അപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് കുറച്ച് അധികം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടെ എതിരാളികൾ പരാഗ്വേ അവരെങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. അത് വിശദമായി തന്നെ നോക്കാം. ഈ ടൂർണമെന്റിൽ ഇതുവരെ അവരുടെ പ്രകടനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അതായത് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് തോറ്റാണ് തുടങ്ങിയത്. 4-1 ഒരു വലിയ പരാജയത്തോടു കൂടിയായിരുന്നു അവരുടെ ആദ്യഘട്ടത്തിൽ. ഗ്രൂപ്പ് ഘട്ടം എന്ന് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. അതായത് 3 മത്സരങ്ങളിൽ 1 ജയം, 1 സമനില, 1 തോൽവി എന്നുള്ളതായിരുന്നു. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് തോറ്റാണ് തുടങ്ങിയത്. 4-1 തോൽവിയായിരുന്നു. രണ്ടാം മത്സരത്തിൽ തുർക്കിയെ തോൽപ്പിച്ചു. 1-0 നിർണായക ജയം സ്വന്തമാക്കി. അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 0-0 സമനില. അങ്ങനെ 3-ാം സ്ഥാനക്കാരായിട്ടാണ് അവർ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പരാഗ്വേ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു. റൗണ്ട് ഓഫ് 32 വന്നപ്പോഴാണ് അവിടെ വലിയ കളി നടന്നത്. ഷൂട്ടൗട്ടിൽ ജർമ്മനിയെ, മുൻ ലോക ചാമ്പ്യന്മാരായ 4 തവണ കിരീടം നേടിയിട്ടുള്ള ജർമ്മനിയെയാണ് അടിച്ചു വീഴ്ത്തിയത്. അതായത് ഷൂട്ടൗട്ടിൽ ജർമ്മനി തോൽക്കുന്നത് ചരിത്രത്തിൽ തന്നെ, ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലിൻ്റെ പ്രകടനം നേരത്തെ മൂസിൻ സിസിയുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിൽ അമ്പരപ്പിക്കുന്ന പ്രകടനമായിരുന്നു അദ്ദേഹം ആദ്യം നിശ്ചിത സമയത്ത്, അധിക സമയത്ത്, അതിനുശേഷം ഷൂട്ടൗട്ടിലും ഗംഭീര പ്രകടനമാണ് ഗിൽ നടത്തിയത്. അപ്പോൾ ഇന്ന് ഫ്രാൻസിന് മുന്നിലും കോട്ട കെട്ടി നിൽക്കാൻ ആ ഗില്ലുണ്ടാകുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. അടുത്ത മത്സരത്തിൻ്റെ ഇന്നത്തെ മറ്റൊരു പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൻ്റെ ഒക്കെ തന്നെ വിശദമായി നോക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.